നാടിനെ നടുക്കി കോഴിക്കോട് മൂഴിക്കലിൽ അതിക്രൂര കൊലപാതകം. ബന്ധുവായ 20 വയസ്സുകാരൻ 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. മൂഴിക്കൽ സ്വദേശി നസ്രിനെയാണ് കൊല്ലപ്പെട്ടത്. പ്രതി അദ്നാന്റെ മൃതദേഹവും അതേ വീട്ടിൽ നിന്നാണ് കണ്ടെത്തിയത്. മുഖത്തും വായിലും സെല്ലോ ടേപ്പ് പൊട്ടിച്ച നിലയിലായിരുന്നു മൃതദേഹം. മുത്തശ്ശിയെ കൊലപ്പെടുത്താനും ശ്രമമുണ്ടായിട്ടുണ്ട്. അപ്പം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ ഇച്ചിരി കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴൊന്നും പറയാറായിട്ടില്ല. പോസിബിൾ സൂയിസൈഡ് ആണ്, പക്ഷെ നമുക്ക് കൺഫേംഡ് ആയിട്ട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. അല്ല, അതൊക്കെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കണ്ടെത്തിയിട്ട് അതിനുശേഷമേ പറയാൻ പറ്റത്തുള്ളൂ. പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുന്നേ ഈ ചെക്കൻ ഇത്തിരി അലമ്പ് കളിച്ച ടൈമിന് ചെക്കനായിട്ട് വീട്ടിൽ കയറരുത്, ഈ വീട്ടിലെ വരരുത് പറഞ്ഞതാണ്. അല്ല, ഒരുമിച്ച് വീട്ടിൽ നിൽക്കുന്നതാണ്. വീട്ടിലെല്ലാവരും നല്ല ഫാമിലി, എല്ലാവരും കുടുംബക്കാരൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവല്. പിന്നെ കുറച്ച് കാലമായിട്ട് ഇപ്പോൾ ചെറിയ പ്രശ്നം ഉണ്ടായപ്പോൾ പറയാൻ ഈ വീട്ടിലേക്ക് കയറണ പറഞ്ഞതാണ്. ചിലപ്പോൾ അതായിരിക്കും കാരണം. ഇല്ല, ഇന്നലെ രാത്രിക്കത്തെ പ്രശ്നങ്ങളൊന്നും അറിയില്ല. നമ്മളിത് സംഭവിച്ചാൽ പിന്നെ അറിഞ്ഞത്, പിന്നെ എങ്ങനെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഇത് അടുത്ത് വേണ്ടി ഇത് മക്കൾ തന്നെയാണ്. പിന്നെ അത് CCTV ഇവിടെ ഉണ്ട്. CCTVയിലൊന്നും കുടുങ്ങിയിട്ടില്ല. പിന്നെ വാതിൽ പൊളിച്ചതായിട്ട് കാണിക്കുന്നുമില്ല. അപ്പോൾ താക്കോലുണ്ടാക്കിയിട്ട് കൃത്യം താക്കോലുണ്ടാക്കിയിട്ട് അകത്ത് കയറി എന്നുള്ള നിഗമനം. എന്തോ ഒരു പ്രശ്നം ഉണ്ട് ഇനി എന്ന് കേൾക്കുന്നുണ്ട്. ഞാനൊരു 6 മാസം മുന്നേ ഞാൻ കണ്ട്, ഞാനിവിടെ ജോലിയായിരിക്കും വരലുണ്ട്. ഇവൻ എൻ്റെ സ്നേഹിതൻ്റെ വലിയ ഡ്രൈവറാണ് എൻ്റെ സ്നേഹിതൻ. ഓൻ്റെ കൂടുതൽ ഇവിടെ ഒരാവശ്യത്തിന് വരലുണ്ട്. ഇവിടുന്ന് എന്താ പുറത്താക്കിയെന്നപ്പോൾ പറയുന്നത് കേൾക്കുന്നത്. അത് വ്യക്തമായിട്ട് പോലെ ഫാമിലി പ്രശ്നം എന്താണെന്നുള്ളത് കാരണം അറിയില്ല. CCTV ഒക്കെ ഓഫാക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. അഭിജിത്ത്, കുടുംബ പ്രശ്നമുണ്ട്, ഈ കുട്ടികൾ തമ്മിൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതൊക്കെയാണ്. പോലീസിന്റെ പ്രാഥമിക നിഗമനം എന്താണ്? മാധു, നസ്രീനയെ കൊലപ്പെടുത്തിയ ശേഷം അദ്നാൻ ആത്മഹത്യ ചെയ്തു എന്നുള്ളത് തന്നെയാണ് പോലീസ് ഇപ്പോൾ പ്രാഥമിക വിവരമായി പങ്കുവയ്ക്കുന്നത്. അതിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആരംഭിച്ചിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ മരണകാര്യത്തിൽ ഉൾപ്പെടെ ഒരു വ്യക്തത വരികയുള്ളൂ. ഏതായാലും ചില പ്രശ്നങ്ങൾ ഈ അദ്നാൻ ഈ വീട്ടിൽ ഉണ്ടാക്കിയിരുന്നു. ചില സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ അദ്നാൻ ഉണ്ടായിരുന്നു. അത് ഈ വീട്ടിൽ നിന്ന് അദ്നാനോട് പുറത്തു പോകാൻ പറയാൻ ഈ വീട്ടുകാരെ പ്രേരിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഈ വീട്ടിൽ മോഷണം ഉൾപ്പെടെ അദ്നാൻ നടത്തിയിരുന്നു. അങ്ങനെ അത് പിടിച്ചത് ഈ 16 വയസ്സ് മാത്രം പ്രായമുള്ള നസ്രീനെയാണ്. നസ്രീനെ അത് ബന്ധുക്കളോടൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകണം എന്നുള്ളൊരു ആവശ്യം അദ്നാനോട് നസ്രീനയുടെ കുടുംബം നൽകുന്നത്. സഹോദരങ്ങളുടെ മക്കൾ തന്നെയാണ് ഇരുവരും. അങ്ങനെ ഈ വീട്ടിൽ നിന്ന് അദ്നാൻ പുറത്തു പോകുന്നു. അതിന് പിന്നാലെ ഇന്നലെയാണ് അദ്നാൻ വീണ്ടും തിരിച്ച് ഈ വീട്ടിലേക്ക് വരുന്നത്. ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു 7:30 മണി സമയത്ത് അദ്നാൻ നസ്രീനയുടെ വീട്ടിലേക്ക് എത്തി എന്നുള്ളതാണ്, മൂഴിക്കലിലെ വീട്ടിലേക്ക് എത്തി എന്നുള്ളതാണ് ഒടുവിൽ പോലീസ് നൽകുന്ന വിവരം. രാത്രി കരണ്ട് പോയ സമയത്ത് ഈ അദ്നാൻ വീട്ടിനകത്തേക്ക് കയറുന്നു. പോകുന്നതിനിടയിൽ CCTVകളൊക്കെ തിരിച്ചു വച്ചതിന് ശേഷമാണ് ഇയാൾ അകത്തേക്ക് കയറുന്നത്. അങ്ങനെ ഉള്ളിൽ കയറി അദ്നാൻ ഇന്ന് പുലർച്ചെ ഏതാണ്ട് 5 മണി സമയത്ത് ഈ കൊലപാതകം നടത്തി എന്നുള്ളതാണ് പ്രാഥമികമായി കണ്ടെത്തി.